ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് MCQs ആണ്. അതായത് എക്സ്പെക്റ്റഡ് MCQs ഫോർ നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറും അതേപോലെ കേരള ബാങ്കിങ്ങിനുമാണ്. നമുക്കറിയാം രണ്ടിനും സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സമയം വൈകാതെ നോക്കാം എന്താണെന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: microprocessors as switching devices are for which generations of computer? അപ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിനാണ് മൈക്രോ പ്രോസസ്സേഴ്സ് സ്വിച്ചിങ് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഏത് ജനറേഷനാണ്? തേർഡ് ജനറേഷനാണ് നമ്മൾ മൈക്രോ പ്രോസസ്സേഴ്സ് സ്വിച്ചിങ് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, എന്താണ് നമ്മൾ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ഇതിലുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുമായിട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ ആ ഒരു ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷനൊക്കെ ആയാലും ഏത് തരം ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള എന്താണ് ബെനിഫിറ്റ്, അതേപോലെ ആ ഒരു ഡിവൈസസും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെന്താണ് മൈക്രോ പ്രോസസ്സേഴ്സ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് കമ്പ്യൂട്ടർ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തറവായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എഡ്സാക്ക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ എഡ്സാക്കിൻ്റെ എന്താണ് ഫുൾ ഫോം, എന്താണ് അതിൻ്റെ പൂർണ്ണ രൂപമെന്ന് താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂണിവാക്കിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ് യൂണിവാക്കിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഹൂ ഡിസൈൻ ദ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ? ENIAC ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ENIACിനെയും ഒരു ഫുൾ ഫോം ഉണ്ട്. അപ്പോൾ അതെന്താണ് നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ENIAC ആദ്യമായിട്ടാണ് കണ്ടുപിടിച്ചത്? ന്യൂമാൻ ആണോ, ജോസഫ് ആൻഡ് ജാക്വാർഡ് ആണോ? അപ്പോൾ ജോസഫ് എം ജാക്വാർഡ് എന്താ കണ്ടുപിടിച്ചത് നമുക്കറിയാം. എന്താ എന്നുള്ളത് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ ന്യൂമാൻ എന്ന് പറയുന്നത് ഒരു എന്താണ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ടുള്ള ഇൻവെൻഷൻ നടത്തിയ, അല്ലെങ്കിൽ ഹീസ് നോൺ ആസ് എന്നൊക്കെ നമുക്ക് അറിയാം. അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ ഓർത്ത് പോവുക, അറിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ENIAC എന്ന് പറയുന്നത് എന്താണ് ജെ പ്രസ്പർ എക്കേർട്ട് ആൻഡ് ജോൺ മോസ്ലി ആണ് എന്ത് കണ്ടുപിടിച്ചത്? ENIAC എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത്. അപ്പോൾ ജോസഫ് ജാക്വാർഡ് പവർലൂം മെഷീൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഞ്ചഡു കാർഡ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് ക്യാൻ ബി സ്യൂഡ് ടു ഡയറക്ട്ലി ഇമേജ് പ്രിൻറ്റഡ് ടെക്സ്റ്റ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസസ് ക്യാൻ ബി സ്യൂഡ് ടു ഡയറക്ട്ലി ഇമേജ് പ്രിൻറ്റഡ് ടു ടെക്സ്റ്റ്? എന്താണ്? OCR ആണ്, അതായത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണ്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡയറക്ട്ലി ഇമേജിനെ നമ്മൾ വി ക്യാൻ കൺവേർട്ട് ഇൻ ടു ദ പ്രിൻറ്റഡ് ടെക്സ്റ്റിനെ നമ്മളായിട്ട് മാറ്റുന്നത്. മറ്റത് OMR എന്താണ്? അതാണ് OMR നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് OMR എന്ന് പറയുന്നത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ PSCയിലൊക്കെ OMR ഷീറ്റ് ഉപയോഗിച്ചിട്ടല്ല, ഒപ്റ്റിക്കൽ മാർക്കർ റീഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ MISR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ ഓർ ക്യാരക്ടർ റെക്കഗ്നീഷൻ ഒക്കെയാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് ക്യാൻ ബി സ്യൂഡ് ടു ഡയറക്ട്ലി ഇമേജ് പ്രിൻറ്റഡ് ടെക്സ്റ്റ്? ഏതാണ്? OCR ആണ്. അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഡാഷ് യൂണിറ്റ് കൺട്രോൾ ദ ഓപ്പറേഷൻസ് ഓഫ് CPU? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ALU ആണോ, RAM ആണോ, CU ആണോ, BU ആണോ? എന്താണ്? അതായത് CU ആണ്, കൺട്രോൾ യൂണിറ്റ് ആണ്. CPUവിനകത്തുള്ള കൺട്രോൾ യൂണിറ്റ് ആണ് കൺട്രോൾ ദ ഓപ്പറേഷൻസ് ഓഫ് ദ CPU എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഡാഷ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്താകുമെന്ന് പറയില്ലേ? സോഫ്റ്റ്വെയർ എന്നാണോ, ഹാർഡ്വെയർ എന്നാണോ, പ്രോഗ്രാം എന്നാണോ? എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? പ്രോഗ്രാമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: where are the data and the program stored when the processor uses them? അതായത് ഒരു പ്രോസസ്സർ അത് ഉപയോഗിക്കുന്ന സമയത്ത് എവിടെയാണ് ഈ പ്രോഗ്രാമുകൾ ഉപയോഗിക്കുന്നത്? ഏത് മെമ്മറിയിലാണ്? മെയിൻ മെമ്മറിയിലാണോ, സെക്കൻഡറി മെമ്മറിയിലാണോ, ഡിസ്ക് മെമ്മറിയിലാണോ, പ്രോഗ്രാം മെമ്മറിയിലാണോ? എവിടെയാണ് സൂക്ഷിച്ച് നോക്കുക? മെയിൻ മെമ്മറിയിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, പ്രൈമറി മെമ്മറിയിൽ എന്ന് പറയും. സെക്കൻഡറി മെമ്മറിയിൽ എന്താണ്? സെക്കൻഡറി മെമ്മറിയിൽ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് എന്താ പറയുക സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: ഡാഷ് റെപ്രസെൻറ്റ് ദ റോ ഫാക്ട്സ് വെർ ഡാഷ് ആസ് ദ ഡാറ്റ മെയ്ഡ് മീനിങ് ഫുൾ? അപ്പോൾ ഡാഷ് റെപ്രസെൻറ്റ് ദ റോ ഫാക്ട് എന്താണ്? ഡാറ്റയാണ് നമ്മൾ റോ ഫാക്ട് എന്ന് പറയുന്നത്. അതിന് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഇൻഫർമേഷൻ ആയിട്ട് മാറും. ദാറ്റ് വിൽ ബിക്കം ദ മീനിങ് ഫുൾ. അപ്പോൾ ഡാറ്റയാണ് എന്തെന്ന് പറയുന്നത് റോ ഫാക്റ്റ് ആയിട്ട് മാറുന്നത്. അതേപോലെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത് മീനിങ് ഫുൾ ആക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നെ എന്താണ്
ആൻസർ എന്താണ്? ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സ് ചെയ്യാത്ത അൺപ്രോസസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് ഡേറ്റ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് മീനിങ് ഫുൾ ആക്കുമ്പോൾ അതിന് എന്തായിട്ട് മാറി? അത് ഇൻഫർമേഷൻ ആയിട്ട് മാറും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ആർ യൂസ്ഡ് ഫോർ പ്ലോട്ടിംഗ് ഗ്രാഫ്സ് ആൻഡ് ഡിസൈൻ ഓൺ പേപ്പേഴ്സ്. ഡാഷ് ആർ യൂസ്ഡ് ഫോർ പ്ലോട്ടിംഗ് ഗ്രാഫ്സ് ആൻഡ് ഡിസൈൻ ഓൺ പേപ്പേഴ്സ്. പേപ്പേഴ്സിൽ ഗ്രാഫ്സും മറ്റൊക്കെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി എന്താ ഉപയോഗിക്കുന്നത്? ട്രാക്ക് ബോൾ ആണോ, ജോയ്സ്റ്റിക് ആണോ, ലൈറ്റ് പെൻ ആണോ, പെൻ പ്ലോട്ടേഴ്സ് ആണോ? എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? പെൻ പ്ലോട്ടേഴ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡെയ്സി വീൽ, ഡ്രം ചെയിൻ എക്സെട്ര ആർ. ഈ ഡെയ്സി വീൽ അതേപോലെ ഡ്രം ചെയിൻ ഒക്കെ എന്താണ്? എന്തുമായി ബന്ധപ്പെട്ടാണ്? പ്രിന്റർ ആണ് അല്ലേ? പ്രിന്റർ ആണ്. അപ്പോൾ പ്രിന്റർ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണോ ഔട്ട്പുട്ട് ഡിവൈസ് ആണോ? ഔട്ട്പുട്ട് ഡിവൈസ് ആണ് നമ്മൾ പ്രിന്റർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് പ്രിന്റർ ഈസ് ദ ചീപ്പസ്റ്റ് ടേംസ് ഓഫ് പ്രൈസ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രിന്റർ ആണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളത്? ഏത് പ്രിന്റർ ആണ്? ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഡാറ്റ യൂണിറ്റ് ലാർജർ ദാൻ ടെറാബൈറ്റ്? ടെറാബൈറ്റിനെക്കാളും ലാർജർ യൂണിറ്റ് ഓഫ് ഡാറ്റ ഏതാണ് ചെയ്യുന്നത്? പെറ്റാബൈറ്റ് ആണോ, ജിഗാബൈറ്റ് ആണോ, എക്സ്ട്രാബൈറ്റ് ആണോ, സെറ്റാബൈറ്റ് ആണോ? ഏതാണ്? പെറ്റാബൈറ്റ് ആണ്. അതായത് ടെറാബൈറ്റ് കഴിഞ്ഞാൽ പിന്നീട് ഉള്ളതാണ് പെറ്റാബൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ഡാറ്റ കമ്പ്യൂട്ടിംഗ്? ഡാറ്റ കമ്പ്യൂട്ടിങ്ങിലുള്ള ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? ബിറ്റ്, ബൈറ്റ്, മെഗാബൈറ്റ്, ടെറാബൈറ്റ്. ഏതാണ്? ബിറ്റ് ആണ്. അതായത് ബിറ്റ് വിച്ച് കാൻ റെപ്രസെന്റ് ഐദർ 0 or 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ലൈറ്റ് പെൻ? ലൈറ്റ് പെന്നിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ഹാർഡ് കോപ്പീസ് ഉണ്ടാക്കാനാണോ, അതായത് ഡിജിറ്റൈസ് ഇമേജിനാണോ, ഓഡിയോ റെക്കോർഡ് ചെയ്യാനാണോ, അല്ലെങ്കിൽ എന്താണ് ടു സെലക്ട് ഓർ ഡ്രോ ഓൺ എ കമ്പ്യൂട്ടർ സ്ക്രീൻ? എന്താണ് മെയിൻ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ടു ഡ്രോ ഓൺ എ കമ്പ്യൂട്ടർ സ്ക്രീൻ ബൈ ഡിറ്റക്ടിങ് ലൈറ്റ് എമിറ്റഡ് ഫ്രം ദ സ്ക്രീൻ. അതായത് കമ്പ്യൂട്ടറിൽ വരക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇൻപുട്ട് ഡിവൈസ് ഈസ് ഇൻ റീറ്റെയിൽ? Which input device is commonly used in retail for reading credit and debit card? അപ്പോൾ നമ്മൾ റീറ്റെയിൽ മേഖലയിൽ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ഉപയോഗിക്കുന്നത്? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ ആണ്. മാഗ്നറ്റിക് കാർഡ് റീഡർ അല്ലെങ്കിൽ മാഗ്നറ്റിക് കാർഡ് റീഡർ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ മാഗ്നറ്റിക് കാർഡ് റീഡർ, കീബോർഡ് ജോയ്സ്റ്റിക് എന്താണ് ഉപയോഗിക്കുന്നത്? മാഗ്നറ്റിക് കാർഡ് റീഡർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് എ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ഡിവൈസിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ടു റെക്കഗ്നൈസ് ആൻഡ് കൺവേർട്ട് പ്രിന്റഡ് ടെക്സ്റ്റ് ഇൻ ടു ഡിജിറ്റൽ ടെക്സ്റ്റ്. അതായത് പ്രിന്റഡ് ടെക്സ്റ്റിനെ നമ്മൾ ഡിജിറ്റൽ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ OCR ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഇൻപുട്ട് ഡിവൈസ് ഈസ് ഓഫൺ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഓർ ഗ്രാഫിക് ഡിസൈൻ? അതായത് ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഗ്രാഫിക്സ് ടാബ്ലറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് CPU ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ? അതായത് CPUവിൻ്റെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള പ്രൈമറി ഫംഗ്ഷൻ എന്താ? ടു സ്റ്റോർ പ്രോഗ്രാം ഇൻസ്ട്രക്ഷനുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കോമ്പണന്റ് ഓഫ് CPU ആക്ട് ആസ് എ ടെമ്പററി സ്റ്റോറേജ് ഫോർ ദ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രീക്വൻലി യൂസ്ഡ് ബൈ ദ CPU? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് CPUവിൻ്റെ ടെമ്പററി സ്റ്റോറേജ്? അതായത് CPU ഉപയോഗിക്കുന്ന ഫ്രീക്വൻലി ഇൻസ്ട്രക്ഷൻ, അതായത് നിരന്തരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷനുകൾ ടെമ്പററി സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോമ്പോണൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ? കാഷെ മെമ്മറിയാണ് മെയിനായിട്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പൈപ്പ് ലൈനിങ് ഇൻ CPU ഡിസൈൻ? അതായത് CPU ഡിസൈനിൽ നമ്മൾ പൈപ്പ് ലൈനിങ്ങിൻ്റെ ആവശ്യകത എന്താണ്? ടു ഇംപ്രൂവ് ഇൻസ്ട്രക്ഷൻ ആൻഡ് എക്സിക്യൂഷൻ ത്രൂപുട്ട്. അതായത് എന്താ പറയുന്നത്? നമ്മൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് വേയിൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് CPU ക്യാഷെ? നമുക്കറിയാം L1, L2, L3 അങ്ങനെയാണ് നമ്മൾ CPUവിൻ്റെ ക്യാഷെ മെമ്മറിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തത്. L1 ക്യാഷെ, L2 ക്യാഷെ, L3 ക്യാഷെ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൽ CPUവിൻ്റെ ക്യാഷെ അല്ലാത്തത് എന്താണ്? റാം ക്യാഷെയാണ് നമ്മൾ ഇതിൻ്റെ
കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് CPU's അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്? ALUവിൻ്റെ എന്താണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ട് ALUവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ടു പെർഫോം മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ALUവിൻ്റെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് കോമ്പണന്റ് ഓഫ് CPU ആക്ട് ആസ് എ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഡ്യൂറിങ് പ്രോസസ്സിംഗ്? നമ്മൾ നേരത്തെ ചോദിച്ചത് എന്താ, അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് മാറിപ്പോകരുത്. പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഉള്ള നമ്മൾ ക്യാഷെ മെമ്മറിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാഷെ മെമ്മറിയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് നമ്മൾ ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ രജിസ്റ്റർ വന്നത് എന്തുകൊണ്ടാണ്? ഇത് എന്താണ്? ടെമ്പററി സ്റ്റോറേജ് ഡിവൈസസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഡ്യൂറിങ് പ്രോസസ്സിംഗ്. അതായത് CPU ഇത് പ്രോസസ്സിംഗ് ചെയ്യുന്ന സമയത്ത്, ഡാറ്റാസ് പ്രോസസ്സിംഗ് ചെയ്യുന്ന സമയത്ത് ആ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസ് എല്ലാം ആ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് സൂക്ഷിച്ച് വെക്കുന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് രജിസ്റ്റർ എന്ന് പറയുന്നത്. മാറിപ്പോരുത്. അപ്പം രണ്ടും തമ്മിലുള്ള ആ മൈന്യൂട്ട് വ്യത്യാസം അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് CPU ക്യാഷെ മെമ്മറി? CPUവിൻ്റെ ക്യാഷെ മെമ്മറിയുടെ പർപ്പസ് എന്താണ്? നമ്മൾ നോക്കിക്കേ, ടു സ്റ്റോർ ഫ്രീക്വൻ്റ്ലി ആക്സസ് ഡാറ്റ ഫോർ ഫാസ്റ്റ് റിട്രീവൽ ബൈ ദ CPU. അതായത് ഫ്രീക്വൻ്റ്ലി ആക്സസ്, നമ്മൾ ഫ്രീക്വൻ്റ്ലി ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ അത് എളുപ്പത്തിൽ ഫാസ്റ്റ് റിട്രീവൽ, CPUവിൻ്റെ ഫാസ്റ്റ് റിട്രീവലിന് വേണ്ടിയിട്ടാണ് നമ്മളത് മെയിനായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത്. അടുത്തത്, വാട്ട് ഡസ് ദ ക്ലോക്ക് സ്പീഡ് ഓഫ് എ CPU മെഷർ? എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? വാട്ട് ഡസ് ദ ക്ലോക്ക് സ്പീഡ് ഓഫ് എ CPU മെഷർ? എങ്ങനെയാണ് മെഷർ ചെയ്യുക? പ്രോസസ്സിംഗ് സ്പീഡ് ഓഫ് എ CPU. അങ്ങനെയാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. അതായത് മെയിനായിട്ട് അത് മെഷർ ചെയ്യുന്നത് ജിഗാ ഹെഡ്സിലാണ് മെയിനായിട്ട് നമ്മൾ ക്ലോക്ക് സ്പീഡ് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോസസ്സിംഗ് സ്പീഡ് ഗിഗാ ബൈറ്റ്സിലാണ് മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ CPU രജിസ്റ്റർ? എന്താണ് CPU രജിസ്റ്റർ എന്ന് പറയുന്നത്? അതായത് CPUവിനകത്തുള്ള ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ, CPUവിനകത്തുള്ള ടെമ്പററി സ്റ്റോറേജ് ഏരിയനാണ് നമ്മൾ എന്ന് പറയുന്നത് CPU രജിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഡാഷ് ആർ ദ സിസ്റ്റർ സോഫ്റ്റ്വെയർ ടു ഫെസിലിറ്റേറ്റ് എഡിറ്റിംഗ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് ഡാറ്റ. ഡാറ്റ അതായത് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനും ഡാറ്റ എഡിറ്റ് ചെയ്യാനും വേണ്ടി എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എഡിറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ MS വേർഡ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകളല്ല. അത് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കാനാണ്. അതേപോലെ പവർ പോയിന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലൈഡ് പ്രസൻറ്റേഷനാണ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ് നമ്മൾ ഇതാക്കുന്നത്? എഡിറ്റിംഗ് ആൻഡ് ടെക്സ്റ്റ് ഓഫ് ഡാറ്റ. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ എഡിറ്റേഴ്സാണ് നമ്മൾ മെയിനായിട്ട് അതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എഡിറ്റേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എഡിറ്റേഴ്സ് ആർ ദ സോഫ്റ്റ്വെയർ ദാറ്റ് ഫെസിലിറ്റേറ്റ് എഡിറ്റിംഗ് ആൻഡ് ടെക്സ്റ്റിംഗ് ഓഫ് ഡാറ്റ. ദേ ആർ സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ ടൂൾ ഡിസൈൻഡ് ഫോർ ക്രെഡിറ്റ്, മോഡിഫൈ ആൻഡ് മാനേജ് ടെക്സ്റ്റ് ഫയൽസ്. അപ്പോൾ ടെക്സ്റ്റ് ഫയൽസുകൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന എഡിറ്റേഴ്സിന് ഉപയോഗിക്കുന്നത്. ദർ ആർ മെനി ടൈപ്സ് ഓഫ് എഡിറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ടെക്സ്റ്റ് എഡിറ്റർ ഒക്കെ ഉണ്ട്. ടെക്സ്റ്റ് എഡിറ്റർ എന്താണ്? ടെക്സ്റ്റ് ഒക്കെ മോഡിഫൈങ്, ടെക്സ്റ്റ് ഡിലീറ്റിംഗ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, NOS സ്റ്റാൻഡ്സ് ഫോർ. NOS എന്തിനാ ഉപയോഗിക്കുന്നത്? NOS സ്റ്റാൻഡ്സ് ഫോർ എന്താ? NOS എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ NOS എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് ഓപ്പറേറ്റഡ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ് ആർ ദ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കൺട്രോൾ ദ ഡാറ്റ ട്രാൻസ്മിഷൻ ഓവർ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിലൂടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിന് നമ്മൾ എന്താണ് പറയുക? പ്രോട്ടോകോൾ എന്നാണ് പറയുക. പ്രോട്ടോകോൾ ആണ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കൺട്രോൾ ദ ഡാറ്റ ട്രാൻസ്മിഷൻ ഓവർ ദ ഇൻ്റർനെറ്റ്. അതിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് വെബ് ബ്രൗസർ ഈസ്. ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? മൊസൈക്ക് ആണ് ഫസ്റ്റ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണ്? വിൻഡോസ് ഉണ്ട്, യുനിക്സ് ഉണ്ട്, OS/2 ഉണ്ട്. എന്താണ്? ഓൾ ഓഫ് ദീസ്. താഴെ മോഡലുകൾ കൊടുത്തിരിക്കുന്ന എല്ലാം അത് തന്നെയാണ്. ഇപ്പം നമ്മൾ നോക്കിക്കോ, എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ദാറ്റ് മാനേജ് ആൻഡ് കൺട്രോൾ ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് പ്രൊവൈഡിംഗ് ദ പ്ലാറ്റ്ഫോം ഫോർ അതർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ടു റൺ. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ്. സോഫ്റ്റ്വെയർ പ്രോഗ്രാം അതിനെ യൂസ് ചെയ്യുന്നത് ടു മാനേജ് ആൻഡ് കൺട്രോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ്. ഹാർഡ്വെയർ റിസോഴ്സസിനെയും സോഫ്റ്റ്വെയർ റിസോഴ്സസിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് വിൻഡോസ്. അപ്പം നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കുക, ഇതൊക്കെ ആരാ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ വിൻഡോസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ്.
അപ്പോൾ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻസ് ഒക്കെ ഉണ്ട്. അതേപോലെ മാക്കോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ആപ്പിൾ ഇങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി തന്നെയാണ്. ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അത് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മൊബൈലൊക്കെ ഉള്ളത് നമ്മുടെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ തന്നെയാണ്. അത് ലിനക്സ് കേർണലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്. പിന്നെ നമുക്കറിയാം iOS ആപ്പിളിൻ്റെ മൊബൈൽ സർവീസുകളിൽ അതേപോലെ നമ്മുടെ ഐഫോൺസ്, ഐപാഡ്, ഐപോഡ് ടച്ചിലൊക്കെ ഉപയോഗിക്കുന്നതാണ് iOS എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്രോമാണ്, അതും ഗൂഗിൾ തന്നെയാണ്. നമുക്കറിയാം ക്രോം ബുക്സ്, ക്രോം ഡിവൈസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതും ലിനക്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്, ലിനക്സ് കേർണലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇതും ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സർവീസാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ബൈ യൂസിങ് വിച്ച് ഓഫ് ദ ബിലോ ഫങ്ഷനാലിറ്റി ടെമ്പററി ഫയൽസ് ഓഫ് ദ കമ്പ്യൂട്ടർ ക്യാൻ ബി റിമൂവ്ഡ്. എന്താണ് ടെമ്പററി, അതായത് കമ്പ്യൂട്ടറിലുള്ള ടെമ്പററി ഫയൽസുകളെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്ലീനപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിസ്ക് ക്ലീനപ്പ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് ആണ്, വെൻ ക്രിയേറ്റിംഗ് ന്യൂ ഫോൾഡർ വാട്ട് ഇസ് എ ഡിഫോൾട്ട് നെയിം ഗിവൺ ബൈ ദ കമ്പ്യൂട്ടർ. അതായത് നമ്മൾ പുതിയതായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ന്യൂ ഫോൾഡർ. നമുക്കറിയാം അല്ലേ, നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത സമയത്ത് അത് ഓൾറെഡി ഒരു പേരുണ്ടാവും കമ്പ്യൂട്ടർ കൊടുത്തിട്ട്, ന്യൂ ഫോൾഡർ എന്ന്. നമ്മൾ അതിനെ മാറ്റിയിട്ടാണ് പിന്നീട് ആ ഫോൾഡറിന് നമ്മുടേതായിട്ടുള്ള നെയിം കൊടുക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ഓൾറെഡി നൽകിയിട്ടുള്ള നെയിമാണ് ന്യൂ ഫോൾഡർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് വർക്കിംഗ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അതായത് ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും ലിങ്ക് ചെയ്തെന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ALU സ്റ്റാൻഡ്സ് ഫോർ. നമുക്കറിയാം അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ALU ഉപയോഗിച്ചാണ്. അപ്പോൾ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്നാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള നെയിം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട്സ് ദ ഡിഫറൻസ് ഡസ് ദ 5th ജനറേഷൻ കമ്പ്യൂട്ടർ ഹാവ് അതർ ജനറേഷൻ കമ്പ്യൂട്ടർ. അതായത് 5th ജനറേഷൻ കമ്പ്യൂട്ടറിന് മറ്റുള്ള ജനറേഷൻ കമ്പ്യൂട്ടറുകളെ ഉപയോഗിച്ചിട്ട് എന്താണ് ഡിഫറൻസസ് ഉള്ളത്, എന്താണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടല്ലോ അല്ലേ, ഉണ്ട്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം അതുമുണ്ട്, സയൻറ്റിഫിക് കോഡിംഗ് അതുമുണ്ട്. അപ്പോൾ എല്ലാം എന്താണ്, ഓൾ ഓഫ് ദി അബവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, which device is used as the standard point in devices as graphical user environment. നമുക്കറിയാം ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നറിയപ്പെടുന്ന എന്താണ്, മൗസിനെയാണ് അല്ലേ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മൗസ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വാലിഡ് സ്റ്റോറേജ് ഡിവൈസസ്. താഴെ കൊടുത്തിരിക്കുന്ന ഒരു വാലിഡ് സ്റ്റോറേജ് ഡിവൈസ് എന്നാണ്. നമുക്ക് ഒബ്വിയസ്ലി അത് കാണുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് ആയിട്ടുള്ള സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്നൊക്കെ അറിയപ്പെടുന്ന പെൻഡ്രൈവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ദ സെക്ഷൻ ഓഫ് ദ CPU ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പെർഫോമിങ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന എവിടെയാണ്, ALUലാണ്, അരിത്തമെറ്റിക്കൽ ലോജിക് യൂണിറ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇനി സ്റ്റോറേജ് ഡിവൈസസ് ആഡഡ് ടു എ കമ്പ്യൂട്ടർ ബിയോണ്ട് ഇമ്മീഡിയറ്റ്ലി യൂസബിൾ മെയിൻ സ്റ്റോറേജ് ഈസ് നോൺ ആസ്. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്ന സ്റ്റോറേജ് ഡിവൈസ് എന്താണ് ഫ്ലോപ്പി ഡിസ്ക് ആണ്. നെക്സ്റ്റ്, ദ ലിസ്റ്റ് ഓഫ് കോഡഡ് ഇൻസ്ട്രക്ഷൻസ് ആർ കോൾഡ്. കോഡഡ് ഇൻസ്ട്രക്ഷൻ്റെ ലിസ്റ്റിൽ നമ്മൾ എന്താ പറയും, കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്നാണ് പറയാറുള്ളത്. നെക്സ്റ്റ്, ഇൻ കീബോർഡ് കൺട്രോൾ കീ ഈസ് ഡിസ്പ്ലേഡ് വിത്ത് വിച്ച് നെയിം. അപ്പോൾ നമ്മൾ നോക്കാം, നമ്മുടെ കീബോർഡിൽ എടുക്കുമ്പോൾ എത്ര കീസ് ആണുള്ളത്, 0 മുതൽ 9 വരെയും അതേപോലെ ഫങ്ഷണൽ കീസ് F മുതൽ F12 വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് എന്താണ് ഓരോന്നിൻ്റെയും യൂസ് എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കൺട്രോൾ കീ ആണ്. അതിന് ഷോർട്ട് നെയിമാണ് CTRL എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു ക്വസ്റ്റ്യനുമായി നമുക്ക് പിന്നീട് കാണാം. ടിൽ ദെൻ